തിരുവനന്തപുരത്ത് നടൻ മണിയൻപിള്ള രാജു ഓടിച്ച വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മണിയൻപിള്ള രാജു മദ്യപിച്ചിരുന്നില്ലെന്നാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നത്. മണിയൻപിള്ള രാജുവിന്റെ വാഹനം ഇടിച്ച് ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റത് വലിയ വിവാദമായിരുന്നു. റിനു ശ്രീധർ ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. റിനു, ഇതിപ്പോൾ നടന്നിട്ട് കുറെ മാസമായി, കുറെ നാളായി. സാധാരണഗതിയിൽ ഈ പരിശോധനാ ഫലം കിട്ടാൻ ഇത്ര ലേറ്റ് ആവാറുണ്ടോ? റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഷ്മി, ക്രിസ്റ്റീന. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മണിയൻപിള്ള രാജു ഓടിച്ച വാഹനം ഇടിച്ച് ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അന്ന് തന്നെ ഇദ്ദേഹം ഒരു ക്ലബിൽ നിന്നാണ് ഇറങ്ങി പുറത്തേക്ക് വന്നത്, വഴുതക്കാട്. അപ്പോൾ ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. അതിൻ്റെ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ആ പരിശോധനാ ഫലം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മണിയൻപിള്ള രാജു മദ്യപിച്ചിട്ടിരുന്നില്ല, അതായത് മദ്യപിച്ചിരുന്നില്ല ഈ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം എന്നുള്ളതാണ് സാമ്പിൾ പരിശോധനയിൽ നിന്ന് വ്യക്തമായത്. അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അന്ന് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അദ്ദേഹത്തിന് സംഭവിച്ചു. അദ്ദേഹം അതേസമയം ഈ ആക്സിഡന്റ് നടന്ന സമയം തന്നെ മ്യൂസിയം പോലീസിൽ വിളിച്ചറിയിച്ചു എന്നുള്ളൊരു വാദമൊക്കെ പൊളിയുന്നൊരു സാഹചര്യമുണ്ടായി. പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നുള്ള ആരോപണമുയർന്നു. പക്ഷേ DCPയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് DGPക്ക് റിപ്പോർട്ടായി കൈമാറുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മണിയൻപിള്ള രാജു അന്ന്, അതായത് വാഹനം ഓടിച്ച ആക്സിഡന്റ് നടക്കുന്ന അന്നേ ദിവസം സാമ്പിൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും അദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആക്ഷേപമായി ഉയർന്നത്. പിറ്റേന്ന് രാവിലെയാണ് സ്റ്റേഷനിൽ ഹാജരാകുന്നത്, സാമ്പിളുകൾ ശേഖരിച്ചതും. ആ പിറ്റേന്ന് രാവിലെ മണിക്കൂറുകൾക്ക് ശേഷം അത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ എത്രമാത്രം പരിശോധനാ ഫലം അത് ശരിയാകുമെന്നുള്ളത് ചർച്ചയായി ഉയർന്നു വന്നൊരു സാഹചര്യം കൂടി അന്നുണ്ട്. പക്ഷേ അന്ന് മണിയൻപിള്ള രാജു കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ക്യാൻസർ പേഷ്യൻ്റാണ്, ഗുരുതരമായിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെ കഴിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ മദ്യപിച്ചിരുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും നിലവിൽ പോലീസ് സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തി. ആ പരിശോധനാ ഫലം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ ഫലത്തിൽ പറയുന്നത്. ഹാഷ്മി, ഓക്കെ. റിനോ ശ്രീധറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. അന്ന് തന്നെ നേതറിന് പറയുന്നത് പോലെ ആ സമയം എടുക്കേണ്ട, ഈ സാമ്പിൾ എടുക്കേണ്ട സമയം എടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് മണിയൻപിള്ള രാജു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്നൊക്കെയുള്ള ആരോപണം. ഇനി അതുകൊണ്ടാണോ അതോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ആ പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ അസ്പർദ്ധ പരിശോധനാ ഫലം മണിയൻപിള്ള രാജു മദ്യപിച്ചിട്ടില്ല, അന്ന് അദ്ദേഹം പറഞ്ഞ വാദം ശരിയായിരുന്നു എന്നാണ് പരിശോധനാ ഫലം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.